അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചത് B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ്. ആക്രമണത്തിന് ശേഷം ഈ ബോംബർ വിമാനങ്ങൾ ഇപ്പോൾ എവിടെയായിരിക്കും? അതിനകത്ത് വലിയൊരു ദുരൂഹതയുണ്ട്. നമ്മൾ വിചാരിക്കാത്ത പോലെ എന്തോ ചിലത് ഈ B-2 സ്റ്റെൽത്ത് ബോംബർ സ്പിരിറ്റ് വിമാനങ്ങൾക്ക്, സ്പിരിറ്റ് എന്നാണ് എൻ്റെ പേര്, സ്പിരിറ്റ് വിമാനങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പ്രതിരോധ സൈറ്റുകളിലുണ്ട്. അതിന് കാരണം നമ്മൾ നോക്കൂ, ഈ അമേരിക്ക പറന്ന് 37 മണിക്കൂർ ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ പറക്കുംതളിക പോലെയോ അല്ലെങ്കിൽ ബാറ്റിനെ പോലെയോ പട്ടത്തിനെ പോലെയോ ഉള്ള വിമാനങ്ങൾ പറന്ന് എന്ന ആക്രമണം നടത്തിയപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ, നമ്മുടെ പത്രങ്ങളിൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ വിമാനങ്ങളുടെ ചിത്രമായിരുന്നു അല്ലേ. എന്തോ അത്ഭുതകരമായ സംഭവം, അത്ഭുതകരമായ സ്വഭാവത്തിലുള്ള വിമാനം, അമാനുഷമായ വിമാനം, സ്റ്റെൽത്ത് രാജാവെന്നറിയപ്പെടുന്നത്. ഭൂമിയിൽ ഇന്ന് ലഭിക്കുന്നതിൽ ഏറ്റവും വില കൂടിയ വിമാനമാണ്. $2.1 ബില്യൺ ഇതിൻ്റെ ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു വിമാനം പറന്നു പോകുന്നത് എല്ലാവരും കണ്ടു. അതായത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ ഈ 2 ബാച്ച് വിമാനങ്ങൾ പറന്നു പോകുന്നത് രേഖപ്പെടുത്തിയിരുന്നു. ആദ്യത്തെ ബാച്ചിന് മൈറ്റി 11 എന്നും രണ്ടാമത്തെ ബാച്ചിന് മൈറ്റി 21 എന്നുമാണ് ഈ പറന്നു പോകുന്ന വിമാന വ്യൂഹങ്ങളെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ രേഖപ്പെടുത്തിയത്. അതിൽ മിസോറിയിലുള്ള വൈറ്റ്മാൻ എയർബേസിൽ നിന്നാണ് ഈ വിമാനങ്ങൾ പറന്നു പോകിയത്. ഒരു സംഘം വിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ പറന്നു, മറ്റൊന്ന് അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ പറന്നു. പസഫിക് മുകളിലൂടെ പറന്ന് ഗ്വാം ഐലൻഡിലേക്കിലാണ് ഒരു സംഘം വിമാനങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ, അത് പറന്നു പോകുന്നത്, അതിന് എസ്കോർട്ട് പോകുന്ന വിമാനങ്ങളുടെ വീഡിയോസൊക്കെ അമേരിക്കൻ സൈന്യം തന്നെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ പറന്ന 7 വിമാനങ്ങളുടെ ഡാറ്റ കൊടുത്തില്ല. അത് റേഡിയോയും ഒക്കെ ഓഫ് ചെയ്ത് സിഗ്നലുകൾ പുറത്തേക്ക് വിടാതെയാണ് ഈ വിമാനങ്ങൾ പറന്നത്. ഈ വിമാനങ്ങളാണ് ഇറാനിൽ പോയി ഫോർദോ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളിൽ GBU-57 എന്ന് പറയുന്ന മാരകമായ ഏറ്റവും വലിയ, ഇന്ന് ഭൂമിയിലുള്ളതിൽ ഏറ്റവും ഭാരം കൂടിയ ഏതാണ്ട് 13,600 കിലോഗ്രാം വീതം ഭാരമുള്ള ബോംബുകൾ വർഷിച്ച് ഫോർദോ തകർത്തത്. ഇത്രയും നമുക്കറിയാം, ഇത്രയും കാര്യങ്ങൾ ലോകത്തിന് അറിയാം. അതിനുശേഷം ഈ വിമാനങ്ങൾ എവിടേക്ക് പോയി? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പ്രതിരോധ സൈറ്റുകളിൽ ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത്, ഒരു മുൻ പൈലറ്റായ ഡേവിഡ് മാർട്ടിൻ എന്ന് പറയുന്ന ആൾ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതായത് അവിടെ നിന്ന് പറന്ന ഒരു ബാച്ചിലെ സ്റ്റെൽത്ത് വിമാനങ്ങൾ തിരിച്ച് വൈറ്റ്മാൻ എയർബേസിലേക്ക്, മിസോറിയിലെ വൈറ്റ്മാൻ എയർബേസിലേക്ക് വന്നിട്ടില്ല. പോകുന്ന വഴിക്കുള്ള ഹവായി ഐലൻഡിലെ ഡാനിയൽ കെ ഇനോയ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. ഹോണോലുലുവിലാണ്, ഹവായിയുടെ തലസ്ഥാനമായ ഹോണോലുലുവിലാണ്. ഹവായി എന്ന് പറയുന്നത് ഒരു പസഫിക്കിലൊരു ദ്വീപസമൂഹമാണ്. 1959 ഓഗസ്റ്റ് 21 അമേരിക്കയുടെ ഭാഗമായി ചേർന്നു. അതുകൊണ്ട് അമേരിക്കയുടെ 50ാം സംസ്ഥാനമാണ്. അതിൻ്റെ തലസ്ഥാനമാണ് ഹോണോലുലു. ഹോണോലുലുവിലാണ് ഡാനിയൽ കെ ഇനോയ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആ വിമാനത്താവളത്തിൻ്റെ റൺവേയിൽ കിടക്കുന്ന B-2 സ്പിരിറ്റ് വിമാനത്തിൻ്റെ ചിത്രമാണ്, വീഡിയോ ആണ് ഡേവിഡ് മാർട്ടിൻ എന്ന മുൻ പൈലറ്റ് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് വലിയ ചർച്ചയാണ്. കാരണം സാധാരണ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിൽ യാത്രാ വിമാനങ്ങൾ വന്നു പോകുന്ന വിമാനത്താവളങ്ങളിൽ B-2 സ്പിരിറ്റ് പോലെയുള്ള വിമാനങ്ങൾ ഇറക്കില്ല. മാത്രമല്ല, ഇവിടെ നിന്ന് വലിയ ദൂരമല്ലാതെ തന്നെ ഹവായിൽ തന്നെ ഹിക്കാം എന്ന് പറയുന്ന എയർബേസ് അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ അവിടെ ഇറക്കാതെ എന്തുകൊണ്ട് ഡാനിയൽ കെ ഇനോയ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ, പാസഞ്ചർ എയർപോർട്ടിൽ ഇറക്കി? അപ്പോൾ ഇറക്കിയതല്ല, ഇറങ്ങേണ്ടി വന്നു. ഇറാനിൽ ആക്രമണം നടത്തിയതിന് ശേഷം തിരിച്ചു വന്ന ബാച്ചിലുള്ള, അല്ലെങ്കിൽ ഇറാനെ കബളിപ്പിക്കാൻ വേണ്ടി വേറെ ലൊക്കേഷനിലേക്ക് പോയ ബാച്ചിലുള്ള, ഒന്നിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ എവിടെ കിടക്കുന്നത്? യാത്രാ വിമാനത്താവളത്തിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ കാണുന്നില്ലേ, തിരുവനന്തപുരത്ത് F-35 വന്നിറങ്ങിയത് എവിടെയാണ്? യാത്രാ പാസഞ്ചർ എയർപോർട്ടിലാണ്. വൈ? എന്തുകൊണ്ടാണ്? അടിയന്തര സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ പറന്ന് ഇറാനെ ആക്രമിക്കാൻ പോയ B-2 സ്പിരിറ്റിന് അടിയന്തരമായി ഒരു യാത്രാ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. എന്തായിരിക്കും? അപ്പോൾ അതിനകത്ത് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് പ്രതിരോധ സൈറ്റുകൾ പറയുന്നത്. കാരണം അങ്ങനെ ഇറക്കേണ്ട സാധനമല്ല, അവിടെ കൊണ്ട് വെക്കേണ്ട സാധനമല്ല. ഓരോന്നും ഇരിക്കേണ്ട ഒരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം മാറിയിരുന്നാൽ നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് ഈ വിമാനം? ഇതിന് എന്തെങ്കിലും മിസൈൽ ആക്രമണത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ
അങ്ങനെയാണെങ്കിൽ ഒരു വലിയ തിയറി പൊളിയാണ്. ഈ വിമാനം ഒരു വലിയ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഒരു റഡാറിൻ്റെയും കണ്ണിൽ പെടില്ല, കണ്ടാൽ തന്നെ ഒരു അടയ്ക്കാക്കുരുവിയുടെ വലുപ്പത്തിലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്ന തിയറി തെറ്റുകയാണ്. പിന്നെ അമേരിക്കയുടെ ഈ B-2 സ്പിരിറ്റ് വന്നപ്പോൾ ഇറാൻ അതിന് മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ അവകാശവാദമില്ല, അമേരിക്ക പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ആക്രമണം ഏറ്റു എന്നുള്ള തിയറി മാറുന്നു. പിന്നെയുള്ളത് എന്താണ്? ടെക്നിക്കൽ ഫെയിലിയർ ഉണ്ടായിരിക്കുക. കാരണം 37 മണിക്കൂർ തുടർച്ചയായിട്ട് ഈ വിമാനം പറന്നു എന്നാണ് പറയുന്നത്. പറന്നിട്ട് വാർത്തകൾ വന്നത് എങ്ങനെയാണ്? ഇത് വൈറ്റ്മാൻ എയർബേസിൽ നിന്ന് മിസോറിയിൽ നിന്ന് പോയ ഈ വിമാനങ്ങൾ അത്രയും സുരക്ഷിതമായി തിരിച്ചെത്തി 37 മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷന് ശേഷം എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എത്തിയിട്ടില്ല. പാതി വഴിക്ക് ഹവായി കിടപ്പുണ്ട്, ഹോണോലുലു കിടപ്പുണ്ട്, കുഴപ്പമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ വാഴ്ത്തിപ്പാടുന്നത് പോലെ, വാഴ്ത്തിപ്പാടുന്നത് എങ്ങനെയാണ്? 11,000 കിലോമീറ്റർ ഒറ്റയടിക്ക് പറക്കും, ശബ്ദത്തേക്കാൾ വേഗതയുണ്ട്, റഡാറിൻ്റെ കണ്ണിൽ പെടത്തില്ല, ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത്, സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള വലിയ കിടമത്സരം നടക്കുന്ന കാലത്ത് 1980-ൽ ഉണ്ടാക്കിയ ആശയമാണ് ആരുടെയും കണ്ണിൽ പെടാത്ത വിമാനം വേണമെന്നുള്ളത്. അങ്ങനെ ഒരു ആശയത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച് 1997-ൽ അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ഭാഗമായതാണ് ഈ വിമാനം. 97-ൽ എത്ര വർഷമായി? 97, 3, 2000, 28 വർഷം പഴക്കമുണ്ട് വിമാനങ്ങൾക്ക്. 28 വർഷം പഴക്കമുള്ള വിമാനങ്ങൾ, ഇത് ഏറ്റവും ആധുനികമായ, അമേരിക്കയ്ക്ക് പണത്തിന് പഞ്ഞൊന്നുമില്ലല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്, മേധാശക്തിയുമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഈ സ്റ്റെൽത്ത്, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു എത്രയുണ്ട് B-2 സ്പിരിറ്റ്? 100 കണക്കിന് ഉണ്ടാവുന്നതാണ് നമ്മുടെ ധാരണ. അല്ല, 21 എണ്ണേ ഉള്ളൂ. അതിൽ 2 എണ്ണം പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ 19 എണ്ണേ ഉള്ളൂ. ആ 2 എണ്ണത്തിൽ ഒരെണ്ണം 2008-ൽ ആൻഡേഴ്സൺ എയർബേസിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ എയർ ഇന്ത്യ വിമാനം പറന്നു പൊങ്ങിയ ഉടനെ തകർന്നു വീണു. അപ്പോൾ അങ്ങനെ ഒരെണ്ണം പോയി. പിന്നെ ഒരെണ്ണം ഇതുപോലെ സാങ്കേതിക തകരാറുണ്ടായിട്ട് ഈ ഹവായിലെ എയർബേസിൽ ഇറക്കി കഴിഞ്ഞ് അത് നന്നാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ആ വിമാനം ഒരെണ്ണം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പൈസയാവും. അതുകൊണ്ട് അമേരിക്ക തീരുമാനിച്ചു ഈ വിമാനം അങ്ങോട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെയർ പാർട്സ് അടിച്ച് വിൽക്കാൻ പറ്റത്തില്ല. സ്പെയർ പാർട്സ് അടിച്ച് വിറ്റാൽ ഇതിൻ്റെ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക. നമ്മൾ ഇവിടെ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വന്നാൽ ഇപ്പോൾ 2 ആഴ്ചയാവുന്നു F-35 റോയൽ എയർഫോഴ്സിൻ്റെ F-35 അവിടെ കിടക്കുക, കാറ്റും മഴയും മഞ്ഞും ഒക്കെ കൊണ്ട് കിടക്കുകയാണ്. അതിൻ്റെ സ്റ്റെൽത്ത് കോട്ടിംഗ്, കാർബണും പോളിമറും ചേർന്നുള്ള ഒരു പ്രത്യേക കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗാണ് സ്റ്റെൽത്ത് കപ്പാസിറ്റി നൽകുന്നത്. ആ കോട്ടിംഗ് വരെ ഇപ്പോൾ നശിച്ചു. അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന വിമാനത്തിനെ നമ്മളൊന്ന് മഴ കൊള്ളാതെ ഹാങ്കറിൽ കെട്ടിയിടുന്നു നമ്മൾ പറഞ്ഞപ്പോൾ പോലും അവരെന്താ പറഞ്ഞത്? പറ്റില്ല, വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമ്മൾ ഈ മരണ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ ഇവൻ മരണാസന്നനായി കിടക്കുകയാണല്ലോ, അതുകൊണ്ട് ടർപ്പാളിൽ വിരിച്ചു തരാമെന്ന് പറഞ്ഞു. അതും വേണ്ടാന്ന് പറഞ്ഞു. ആരും തൊടണ്ട, അടുത്തേക്ക് പോലും വരും, നിങ്ങളുടെ പൈലറ്റ് പോലും പുറത്തേക്ക് വരത്തില്ല, ആകെ ടോയ്ലറ്റിൽ പോകാൻ മാത്രമുള്ള സൗകര്യം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് പൈലറ്റിനെ പോലും ആ വിമാനത്തിൻ്റെ അടുത്തിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ബ്രിട്ടീഷ് ഹെലികോപ്റ്റർ വന്നു, ടെക്നീഷ്യൻസ് വന്നു, എന്നിട്ട് ഒരു പണിയില്ലാതെ ഇപ്പോൾ അത് വിമാനം ചിറകുകളൊക്കെ അഴിച്ച് എയർലിഫ്റ്റ് ചെയ്യാൻ പോവുക. അത് നമ്മളൊരു വീഡിയോ നേരത്തെ ഒരാഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് നോക്കൂ, ഈ F-35B ആണ് അവിടെ ഉള്ളത്. ഈ വിമാനത്തെ തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് അമേരിക്കയുടെ രഹസ്യമാണ് അത്. ലോക്ക്ഹീഡ് മാർട്ടിൻ്റെ വിമാനമാണ് F-35. അപ്പോൾ ഇതുപോലെ B-2 സ്പിരിറ്റിന് അതിനേക്കാൾ കൂടുതൽ രഹസ്യാത്മകത അമേരിക്ക നൽകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പുകഴ്ത്തപ്പെട്ട പാണന്മാരിങ്ങനെ പാടി പറയുന്ന അത്രയും കഴിവുകൾ ഈ വിമാനത്തിനുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ വിമാനത്തിൻ്റെ ഈ നോർത്രോപ്പ് ഗ്രമ്മൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വിമാനം നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. ആ വിമാനത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്തായാലോ എന്നുള്ള ഭയം കൊണ്ട് അന്ന് അമേരിക്ക എന്ത് ചെയ്യുന്നറിയോ? അതായത് ഏപ്രിൽ 2023, 2 വർഷം മുമ്പാണ്, 2023 ഇതുപോലെ ഈ വിമാനം കേടുപറ്റി ഹവായിൽ തന്നെ വന്നിറങ്ങി. അപ്പോൾ നോക്കൂ, പറന്നു പോകുന്നതിനിടയ്ക്ക് എമർജൻസി ലാൻഡിങ് നടത്തി അവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ അമേരിക്ക തീരുമാനിച്ചു ഇതിന് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, അഴിച്ച് വിൽക്കാനും പറ്റത്തില്ല. എന്ത് ചെയ്യുന്നറിയോ? വിശ്വസിക്കാൻ പറ്റില്ല. വിമാനത്തിനങ്ങ് തീയിട്ടു, കത്തിച്ചു കളഞ്ഞു. കാരണം രഹസ്യം പുറത്തു വരിക. കത്തിക്കുന്ന അങ്ങനെ കത്തുന്ന ചിത്രമൊക്കെ ഉണ്ട്, ഇപ്പോഴും ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ അത്രയും രഹസ്യാത്മകത സൂക്ഷിക്കുന്ന അതിൻ്റെ ഒരു കഷ്ണം പോലും
ഒരു പാട്ട കഷ്ണം പോലും പുറത്താടെങ്കിലും കിട്ടരുത് എന്ന് കരുതുന്ന ഒരു അമേരിക്ക ഈ വിമാനത്തിൻ്റെ കാര്യം പുറത്ത് പറയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നേവൽ എയർബേസിൽ ഇറങ്ങാതെ B-2 സ്പിരിറ്റ് അവിടെ ഇറങ്ങിയിരിക്കുന്നത് എന്ന ചോദ്യം പ്രതിരോധ സൈറ്റുകളിലെ വലിയ ചർച്ചയാണ്. അപ്പോൾ നമ്മൾ ഈ അമേരിക്കയുടെ കയ്യിലുള്ള, അമേരിക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കവാത്ത് അടിക്കുന്ന, സല്യൂട്ട് അടിക്കുന്ന ആളുകളുണ്ട്. അമേരിക്കയുടെ കയ്യിലുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ്, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്, ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്, ഇതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഉള്ളതിനപ്പുറത്ത് പൊലിപ്പിച്ച് പറയുന്ന ഒരു രീതി അമേരിക്കയ്ക്കുണ്ട്. അത് അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി കഥകൾ ഉണ്ടാക്കും, അത് പൊലിപ്പിക്കും, പ്രചരിപ്പിക്കും. നമ്മൾ സദ്ദാം ഹുസൈൻ്റെ കാര്യം മുമ്പ് പറഞ്ഞ പോലെ, സദ്ദാം ഹുസൈൻ്റെ കുറിച്ച് പറയാനായിട്ട് അമേരിക്കൻ കോൺഗ്രസ്സിൽ ആന്ത്രാക്സിൻ്റെ കുപ്പിയുമായിട്ടാണ് വന്നത്. ഇതെല്ലാമാണ് അവിടെ ഇരിക്കുന്നത്. അത് ലോകത്ത് മുഴുവൻ ജൈവായുധം, രാസായുധം ഒക്കെ പ്രയോഗിക്കും. മാസ് ഡിസ്ട്രക്ഷൻ വെപ്പൺസ് കയ്യിലുണ്ട്. അതുകൊണ്ട് സദ്ദാമിനെ വീഴ്ചയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇറാഖ് ആക്രമിച്ചു. അവസാനം അവിടെ ഒരു പിണ്ണാക്കം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന പോലെ അമേരിക്ക ഉണ്ടാക്കി വിടുന്ന കഥകളിൽ ഈ B-2 സ്പിരിറ്റ് എന്ന് പറയുന്ന വിമാനം ലോകത്തെ മികച്ച വിമാനങ്ങളിൽ ഒന്നാണെന്നതിന് ഒരു തർക്കമില്ല. പക്ഷേ ഉള്ളതിലേറെ അമേരിക്ക പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഒരു മറുവാദമുണ്ട്. ആ മറുവാദം ഉറപ്പിക്കുന്നതാണ് ഈ പറന്നുപോയ വിമാനങ്ങളിൽ ഒരെണ്ണമെങ്കിലും ആ യാത്രാ വിമാനത്താവളത്തിൻ്റെ റൺവേയിൽ ഇപ്പോൾ കിടക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ അവിടെ വെച്ച് കത്തിച്ച് കളഞ്ഞ മറ്റൊരു വിമാനത്തിൻ്റെ ചിത്രം കൂടി പുറത്തു വരുമോ എന്നറിയില്ല. ഏതായാലും ആക്രമിക്കാൻ പോയ സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എല്ലാം മിസോറിയിലെ വൈറ്റ്മാൻ എയർബേസിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.